സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരം നാളെ മുതൽ നടപ്പിൽ വരികയാണ്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രഖ്യാപിച്ച പുതിയ പരിഷ്കാരങ്ങളോട് വകുപ്പിനുള്ളിൽ തന്നെ നേരത്തെ എതിർപ്പ് ഉയർന്നിരുന്നു. അതേസമയം മന്ത്രിയുടെ പുതിയ പരിഷ്കാരത്തിനെതിരെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇളവുകൾ നൽകിയെങ്കിലും പുതിയ രീതിയിൽ ടെസ്റ്റ് നടത്താനുള്ള ട്രാക്കുകൾ സജ്ജമായിട്ടില്ലെങ്കിലും മാറ്റങ്ങളോടുകൂടിയാകും പരീക്ഷ നടക്കുക. അതേസമയം നാളെ മുതലുള്ള ഡ്രൈവിംഗ് പരിഷ്കരണം ബഹിഷ്കരിക്കുമെന്ന് CITയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ രീതിയിലാണ് മന്ത്രിയുടെ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം ഒരു വശത്ത് ഉയരുന്നത്. എന്നാൽ ഈ ഒരു പരിഷ്കാരം നടപ്പിലാക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിലനിൽക്കുന്നത്. നിലവിൽ വകുപ്പിനുള്ളിൽ തന്നെ ഭിന്നതയും നേരത്തെ ഉയർന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ്, കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് നിന്നും ഗോകുൽ എന്നിവരും ചേർന്നുണ്ട്. ആദ്യം ടിൻഡുദാസിലേക്കാണ് ചേരുന്നത്. ടിൻഡു, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത മന്ത്രി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ വകുപ്പിനുള്ളിൽ തന്നെ നിരവധി വിമർശനങ്ങളും എതിർപ്പുകളും ഉയർന്നിരുന്നു. എന്നിരുന്നാൽ കൂടിയും നമുക്കറിയാം, ഈ ഒരു പരിഷ്കരണത്തിന് വേണ്ടി ആവശ്യമായ ട്രാക്കുകളോ അല്ലെങ്കിൽ മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒന്നും ഇതുവരെയും സജ്ജമാകാത്തൊരു സാഹചര്യം കൂടിയാണ്. ഇനി നാളെ നടക്കുന്ന പരിഷ്കരണങ്ങൾ നടപ്പിലാകുമോ അതോ അത് പാളുമോ എന്നതാണ് ഉയരുന്നൊരു ചോദ്യം. തീർച്ചയായും വിഷ്ണു, സംസ്ഥാനത്ത് നാളെ മുതലാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നത്. ഇതുവരെ സംസ്ഥാനത്ത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടുകളിൽ പോലും ഇത്തരത്തിലുള്ള പരിഷ്കാര നടപടികൾ പൂർത്തിയായിട്ടില്ല. പെട്ടെന്നാണ് സിലബസിലൊരു മാറ്റം വരുന്നത്. പക്ഷെ ആ മാറ്റം എങ്ങനെ, എത്ര സമയത്തിനുള്ളിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ അക്സെപ്റ്റ് ചെയ്ത് അത് പഠിച്ച് ആ മാറ്റം എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യത്തിലും തീരുമാനമാവാത്ത ഘട്ടത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ വകുപ്പിനകത്തു നിന്നുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നയം മാറ്റിക്കൊണ്ട് ഗതാഗത വകുപ്പ് ഓഫീസിൽ നിന്നും ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. പഴയ രീതിയിൽ തന്നെ തുടരാം, പക്ഷേ ഈ റോഡ് ടെസ്റ്റിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള പാർക്കിംഗ്, കയറ്റത്തിലുള്ള പാർക്കിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നൊരു നയം മാറ്റമാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണത്തിനെതിരെ CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളും ഇതിനോടൊപ്പം തന്നെ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായിട്ട് ഇവർ ഈ പണിമുടക്ക് സംസ്ഥാന വ്യാപകമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് മുടക്കാനായിട്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ RTO ഓഫീസ് വഴിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ്. അപ്പോൾ ഇതുവരെ ഇവിടുത്തെ നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ എല്ലാം പഴയപടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എച്ചിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതുവരെ ഒന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു തരത്തിലുള്ള നടപടികളും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമ കൂടിയായ സന്തോഷ് ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെയും അതോടൊപ്പം നിങ്ങളുടെ ഭാഗത്തുള്ള അഭിപ്രായം എന്താണ്? ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ ഡ്രൈവിംഗ് നടത്തിപ്പുകാരെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാരെ ഞങ്ങൾക്ക് ആർക്കും പരാതികളൊന്നും തന്നെ ഇല്ല. കാരണം പുതിയ സിലബസുകൾ വരുമ്പോൾ അത് പഠിപ്പിക്കേണ്ട കടമ ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറും തന്നെയാണ്. എന്നാൽ ഒരു പരിഷ്കാരം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങളുടെ പറഞ്ഞു, കോർട്ടിലാണ് പാർക്കിംഗ് ടെസ്റ്റും ഹാഫ് ക്ലച്ച് ടെസ്റ്റും എല്ലാം പരിശീലനം കൊടുക്കാൻ പറഞ്ഞത്. ഞങ്ങൾ ആ രീതിയിലെ പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ടാണ് നാളെ മുതൽ നടക്കുന്ന ടെസ്റ്റുകളിൽ സ്റ്റുഡൻറ്റിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ വന്ന പുതിയ പരിഷ്കാരത്തിൻ്റെ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റോഡിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം, ഒരു 25-30 ദിവസത്തെ ട്രെയിനിങ് പൂർത്തിയായ ഒരു സ്റ്റുഡൻറ്റ് റോഡിലേക്ക് ടെസ്റ്റിന് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഏതൊരു സ്റ്റുഡൻറ്റ് എത്ര പ്രായം കുറഞ്ഞ ആൾക്കാരായിരുന്നു ശരി, അവർക്ക് നമ്മുടെ ആ റോഡിലേക്ക് വരുമ്പോൾ ഓഫീസർ മുമ്പ് വന്നിട്ട് ട്രെയിനിങ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ ഇന്നലെ വരെ പഠിപ്പിച്ച ട്രെയിനിങ് അല്ല നാളെ പോലെ നടപ്പിലാക്കാൻ പോകും. നാളെ നടപ്പിലാക്കാൻ പോകുന്നത് റോഡിൻ്റെ അവസ്ഥ, റോഡിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ തിരക്ക് കൂടിയ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ വരുന്ന സ്ഥലത്താണ് നമ്മൾ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഹാഫ് ക്ലച്ച് എടുക്കണം എന്നൊക്കെ നമുക്ക് പറയുന്നത്. അപ്പം നമുക്ക് ട്രെയിനിങ് തരാനുള്ള സമയം നമുക്ക് ഈ പരിഷ്കാരം നേരത്തെ കൂടി നമ്മളുടെ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ആ രീതിയിൽ സ്റ്റുഡൻറ്റുകളെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമുക്ക് ടെസ്റ്റിന് ഹാജരാക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് പെട്ടെന്ന് പരിഷ്കാരങ്ങൾ മാറ്റം വരുത്തിയത്. എങ്കിൽ പോലും നാളെ മുതൽ സ്റ്റുഡൻറ്റുകൾ എങ്ങനെ അവിടെ ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് വേണ്ട രീതിയിലുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള പരിഷ്കാരങ്ങൾ ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും
പെട്ടെന്ന് ഒരു മാറ്റമാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇന്ന് അവധി ദിവസമായിട്ട് പോലും ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ അവരെ ടെസ്റ്റിനെ കൊണ്ടുപോകും, അവരെങ്ങനെ അത് തരണം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. എങ്കിൽ പോലും നമ്മൾ നാളെ തയ്യാറായി നിൽക്കുകയാണ് ടെസ്റ്റിന് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോഴാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന യൂണിയനുകളെല്ലാം നാളെ മുതൽ ടെസ്റ്റ് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലേണിംഗ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള CITയും BMSും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എല്ലാവരും തയ്യാറായിക്കൊണ്ട് നിൽക്കുകയാണ് നാളെ മുതലുള്ള ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഡ്രൈവിംഗ് ഫീൽഡിലുള്ള പരിശീലന ഫീൽഡിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. തീർച്ചയായും വിഷ്ണു, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വരെ പരിശീലനം കൊടുത്തിരുന്നതെന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ചും റിവേഴ്സ് പാർക്കിങ്ങും ഒക്കെ ഗ്രൗണ്ടിൽ തന്നെ എച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഇവയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന നയമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഇന്നലെ കൊണ്ടുവന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്നും ഇത് മാറ്റി റോഡിലേക്കായിരിക്കുകയാണ്. റോഡെന്ന് പറയുന്നത് ഏറ്റവും തിരക്ക് കൂടിയ സമയമാണ്. എല്ലാവർക്കും ഇത്രയും ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു ഡ്രൈവിംഗ് പരിശീലനത്തിൽ എത്തുന്ന ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിശീലനത്തിൽ എത്തുന്ന വ്യക്തിക്ക് 30 ദിവസമാണ് ഡ്രൈവിംഗ് പരിശീലിക്കാനായിട്ട് അവർക്ക് കിട്ടുന്നത്. ഈ 30 ദിവസം അവർ പ്രാക്ടീസ് ചെയ്യുന്നതും പരിശീലിക്കുന്നതും ഈ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഈ റിവേഴ്സ് ഗിയർ, ഹാഫ് ക്ലച്ച് ഒക്കെ അവർ ഗ്രൗണ്ടിൽ മാത്രമാണ് പരിശീലിച്ചിട്ടുള്ളത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ റോഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഈ റോഡ് ടെസ്റ്റിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അത് ആശങ്കയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു ആശങ്കയാണ് അവരും പ്രകടിപ്പിക്കുന്നത്. ഇവർക്ക് സമയം കിട്ടിയില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഗ്രൗണ്ടിൽ തന്നെ ഒരു ഡ്രൈവിംഗ് സ്റ്റുഡൻറ്റ് പരിശീലിക്കുന്നുണ്ട്. അയാളിവിടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ എച്ചിൻ്റെ പരിശീലനത്തിന് വന്നതാണ്. ഇന്നലെയാണ് പെട്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നത്. ഇന്ന് മുതൽ ഈ റിവേഴ്സ് ഗിയറും ഹാഫ് ക്ലച്ചും ഒക്കെ റോഡിൽ ചെയ്യണമെന്ന്. ഇന്നലെ, അതായത് എത്ര നാളായി ഈ ഡ്രൈവിംഗ് പരിശീലനം തുടങ്ങിയിട്ട്? ഒരു മാസത്തേക്ക് കൂടുതൽ. ഈ ഒരു മാസവും ഗ്രൗണ്ടിലാണോ ഈ പറയുന്ന റിവേഴ്സ് ഗിയറും ഹാഫ് ക്ലച്ചും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തത്? ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പൊ എന്താ ഈ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഇനി ആ പുതിയ നിയമം പഠിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പം പഴയതാണ് നമ്മളിപ്പോൾ കൂടുതലും ഇതായിട്ടുള്ളത്. അപ്പൊ ഈ പുതിയ, അതായത് ഇന്നലെ വന്ന ഈ റോഡ് ടെസ്റ്റിനെ പറ്റിയിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയോ? അതെ ഇനി ഈ കോഴ്സ് ഒരു മാസം കൂടി നീട്ടാൻ തീരുമാനിച്ചു? എന്താണ് നീട്ടാൻ പഠിക്കണം? ഇനിയും പഠിക്കണം. ഇനി അതായത് ഇന്നലെ വരെ പഠിച്ചത് മാറ്റി വെച്ചതിന് ശേഷം ഇനി പുതുതായിട്ട് റോഡിൽ പഠിക്കേണ്ടി വരും. ഓക്കെ, അതാണ് വിഷ്ണു. ഇന്നലെ വരെ അവർ ഈ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്തത് അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണ് അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനം നടത്തിയത്. ഇന്നലെ വന്ന ആ ഒരു നയമാറ്റത്തിലൂടെ അവർക്ക് ഇനി ഒരു 30 ദിവസം കൂടി അധികമായിട്ട് റോഡിൽ ഈ പരിശീലനം നടത്തേണ്ടി വരും. റോഡിൽ പരിശീലനം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ തിരക്കുള്ള ഒരു റോഡാണ്. അല്ലെങ്കിൽ കയറ്റി ഹാഫ് ക്ലച്ച് ചെയ്ത് റിവേഴ്സ് ഗിയർ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് ഇട്ട് അതുപോലെ തന്നെ കയറ്റത്തിലെ പാർക്കിങ്, ഇതൊക്കെ പെട്ടെന്ന് പരിശീലിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രായം കുറഞ്ഞ വ്യക്തിക്കാണെങ്കിൽ പോലും പ്രായം കൂടിയ വ്യക്തിക്കാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ ആണ് എത്രയും പെട്ടെന്ന് ധൃതി പിടിച്ച് നടപ്പിലാക്കുമ്പോൾ ഒരു പക്ഷേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകുന്നത്. പല ഘട്ടത്തിലും ഈ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണ്ട എന്ന് ഒരു ഘട്ടങ്ങളിൽ പോലും ഉടമകളാണെങ്കിലും യൂണിയനുകളാണെങ്കിലും നടപ്പിലാക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ളത് അവർക്കിത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ പരിശീലിപ്പിച്ചെടുക്കാനുള്ള സമയം കൊടുക്കണം. ഒരു സിലബസ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സിലബസിലെ കാര്യങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ അത് ഒരു 2 മാസത്തിൽ കൂടുതലെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവർക്ക് ഒന്നുകൂടി സുഗമമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒരു മാസത്തെ കോഴ്സിന് വരുന്നവർ വീണ്ടും ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് കോഴ്സിന് എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഈ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇന്നലെയൊക്കെ വാർത്തയാക്കിയ ഒരു കാര്യമാണ് ഈ ഒരു ദിവസത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കാര്യം. ഏതാണ്ട് പണ്ടത്തെ അല്ലെങ്കിൽ ഈ പരിഷ്കരണം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഏതാണ്ട് 150 ടെസ്റ്റുകൾ ഒരു ദിവസം നടത്തുമായിരുന്നു. അതാണ് പിന്നെ 30 കുറച്ചത്. പിന്നീട് അത് 60 കൂട്ടി. അപ്പോൾ ഇതും ഒരു പക്ഷേ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടും പ്രായോഗികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ